നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മാംഗോസ്റ്റിനാണ് കേട്ടോ. ഈ പ്രാവശ്യം ഒത്തിരി കായകളുണ്ടായി. പക്ഷെ കായകൾക്ക് തീരെ വലുപ്പമില്ല കേട്ടോ. കാലാവസ്ഥേൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ചെടി ഒരു 15 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ്. കായ് പിടിക്കാൻ ഒരു 7 വർഷത്തോളം എങ്കിലും വന്നു കേട്ടോ. ഡീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഈ എല്ലാ പ്ലാന്റ്സിൻ്റെയും ബേബി പ്ലാന്റ്സ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ റേറ്റും ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാന്റ് സൈസ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സൈസും ഇട്ട് തരുന്നത് കേട്ടോ. 17 വർഷത്തിന് മേലെ പഴക്കമുള്ള ചെടിയാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു ചെടി കൂടിയാണ്. ഈ മാംഗോസ്റ്റിൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാംഗോസ്റ്റിൽ നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവും കേട്ടോ. നല്ല നീർവാർച്ചയുള്ള സ്ഥലം അല്ലെങ്കിൽ നല്ല ഈർപ്പം നിൽക്കുന്ന ഒരു സ്ഥലം നോക്കിയിട്ട്, എപ്പോഴും നനവ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഈ ചെടി നടാൻ ശ്രമിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് നല്ല ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ പെട്ടെന്ന് ക്ഷീണം തട്ടുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെമി ഷെയ്ഡുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ മാംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗോസ്റ്റിൻ പെട്ടെന്ന് ഗ്രോത്ത് ആവും. 6 വർഷം 7 വർഷത്തിനുള്ളിലാട്ടോ ഇതിന് കായ്കൾ ഉണ്ടാകുന്നത്. നമുക്കൊരു 8 വർഷമൊക്കെ ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാന മാർഗ്ഗമാവും. വ്യാവസായികമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാട്ടോ മാംഗോസ്റ്റിൻ. അത് മാത്രമല്ല, നമുക്ക് വർഷത്തിൽ ഒരു മരത്തിൽ നിന്ന് തന്നെ നമുക്കൊരു 30,000 രൂപേൻ്റെ മേലെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം മറ്റ് എന്ത് ഫ്രൂട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും മാംഗോസ്റ്റിൻ മാർക്കറ്റിൽ ഇപ്പോഴും വിലയിൽ യാതൊരുവിധ ഇടിവ് സംഭവിക്കാതെ നിലനിൽക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആട്ടോ. നമുക്ക് നല്ല മഴക്കാലത്താണെങ്കിൽ പോലും നമുക്ക് കർഷകർക്ക് പെർ kg 250 മേലെ കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കണം. ഈ K100ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ചാണകപ്പൊടി, അതേപോലെ NPK അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെടി ഗ്രോത്ത് ആവുകയും ചെയ്യും. പൊതുവേ എല്ലാവർക്കും മാംഗോസ്റ്റിൻ്റെ തൈ വാങ്ങി നടാൻ ഒരു ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. കാരണം അത് 7 വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ ഇതിൻ്റെ കായ്കളാകാൻ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഒരു ചെടി നടാൻ മടി. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് 7 വർഷം അങ്ങ് കഴിഞ്ഞു പോകും. ഒപ്പം തന്നെ നമ്മുടെ ചെടി വളരുകയും ചെയ്യും കേട്ടോ. നമുക്ക് സീഡ്ലിംഗ് ആണ് ഗ്രാഫ്റ്റിങ്ങിനേക്കാളും നല്ലത്. കാരണം സീഡ്ലിംഗ് ആണ് ഇതുപോലെ ഒത്തിരി കായ്കൾ ഉണ്ടാവും. അത് മാത്രമല്ല, നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗവും ആകും കേട്ടോ. അടുത്തത് വരുന്നത് സ്വീറ്റ് മാൾട്ട മുസംബി ആട്ടോ. നല്ല സ്വീറ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി ആട്ടോ സ്വീറ്റ് മാൾട്ട മുസംബി. നല്ല യെല്ലോ കളറിലായിരിക്കും കേട്ടോ ഇതിൻ്റെ പുറംഭാഗം ഉണ്ടാവുക. ഈ ഒരു കായ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴേക്കും പറിക്കാനാവും കേട്ടോ. ഈ ചെടീൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആട്ടോ. നല്ല സ്വീറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാട്ടോ വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൾട്ട മുസംബിയാണ്. 250 രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത്. ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ മുസാമ്പി. ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ പൂവായി കായ്കൾ പിടിക്കാൻ തുടങ്ങും കേട്ടോ. 600 ഗ്രാമിൻ്റെ മേലെ ഇതിൻ്റെ അകത്ത് കായ്ക്ക് വെയിറ്റ് ഉണ്ടാവും. പച്ചയിലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മുസാമ്പി വെറൈറ്റിയാണ് വിയറ്റ്നാം മാൾട്ട മുസംബി. നല്ല സ്വീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് കേടുകളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വിയറ്റ്നാം മാൾട്ട മുസംബി. അടുത്തത് വരുന്നത് റെഡ് നെല്ലിയാട്ടോ. ഈ റെഡ് നെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നോർമൽ നെല്ലിനെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വിളവ് കൂടുതലാണ്. അതുപോലെ ലൈറ്റ് റെഡ് ഷെയ്ഡിലേക്ക് ഇതിൻ്റെ കായ്കൾ മൂത്തിട്ടുണ്ടെങ്കിൽ കളർ ഉണ്ടാവും കേട്ടോ. ഒരു ഇടത്തരം വലുപ്പമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് വലിയ വലുപ്പത്തിലുള്ള കായ്കളായിരിക്കില്ല. നമുക്ക് അച്ചാറിടാനും എല്ലാത്തിനും ഒരേപോലെ പാകമായി പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് നിൽക്കും കേട്ടോ. കാരണം ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കായ്കൾ ഒന്നിച്ച് കിട്ടും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് 1 വർഷം മാത്രം പഴക്കമുള്ള മരത്തിൽ നിന്നുണ്ടായ കായ്കളാട്ടോ. ഒത്തിരി കായ്കൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ്. പെർ പ്ലാന്റിന് 250 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. അതും DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. പോസ്റ്റൽ വഴിയും അയക്കുന്നതാണ്. അടുത്തത് വരുന്നത് ബെറാപ്പിളാട്ടോ. ഈ ബെറാപ്പിളും നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ് തരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ അടുത്ത് അതിൻ്റെ 5 വെറൈറ്റീസ്, ബെറാപ്പിളിൻ്റെ 5 വെറൈറ്റീസ് അവൈലബിൾ ആണ്.
ഡ്രമ്മിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ഫലം തരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കേട്ടോ. മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ബെറാപ്പിൾ. ബെറാപ്പിളിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. ഇതിൻ്റെ റെഡും ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പോലെ സീഡ്ലെസ് ഉണ്ട്. അങ്ങനെ മൊത്തം 5 വെറൈറ്റീസ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ. സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ്. 300 രൂപയാട്ടോ റേറ്റ് വരുന്നത്. വളരെ ചെറുതിലേ തന്നെ പെട്ടെന്ന് ഫ്ലവർ ആവുകയും കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല സ്വീറ്റ് ആട്ടോ. അതിൻ്റെ കായ്ക്ക് പുളി ഒട്ടുമില്ല. പെട്ടെന്ന് തന്നെ കായ്ഫലം തരുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട്. അതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ കയ്യിലുള്ള സെയിൽ പ്ലാന്റിൽ കായ്ച്ചിട്ടുള്ളതാട്ടോ. ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റും കൂടിയാട്ടോ. അടുത്തത് വരുന്നത് അലഹാബാദ് സഫേദാണ്. ഇതൊരു പേരയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് വൈറ്റിലാട്ടോ വരുന്നത്. നല്ല സ്വീറ്റാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. തൈക്ക് വരുന്നത് 200 രൂപയാട്ടോ. അടുത്തത് വരുന്നത് ജപ്പാൻ ഡയമണ്ട് ആണ്. ഇതൊരു സീഡ്ലെസ് ആട്ടോ. നല്ല സ്വീറ്റാണ്. എനിക്ക് പേര വെറൈറ്റികളിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ ജപ്പാൻ ഡയമണ്ട്. ഒട്ടും തന്നെ ഇതിൻ്റെ അകത്ത് സ്വീഡ് ഉണ്ടാകുകയില്ല. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിനാണ് 300 രൂപ വരുന്നത്. അടുത്തത് വരുന്നത് പോമോഗ്രാനൈറ്റ് ആട്ടോ. ഇതും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ്. 250 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതും എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഡ്രമ്മിൽ വെച്ചതാണ്. നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് നമുക്ക് പോമോഗ്രാനൈറ്റ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമുൻ ആട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആട്ടോ ബ്ലാക്ക് ജാമുൻ. നല്ല മധുരവും നല്ല ചമർപ്പും ചെറിയ പുളിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ ജാമുന്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ഒരു ഫ്രൂട്ടല്ലേ ജാമുൻ. 200 രൂപയാട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് അവക്കാഡോയാണ്. ബട്ടർ ഫ്രൂട്ട് എന്ന പേരിലൊക്കെ ആട്ടോ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പൊള്ളോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ അവക്കാഡോ. ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് വെറൈറ്റി ആട്ടോ അവക്കാഡോ. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വരെ ഈ ഒരു ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ശരിക്കും കഴിക്കാൻ പാകമായി കഴിയുമ്പം ഈ ഒരു കായ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരും. അതിനുശേഷം മാത്രമാട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഷേക്ക് അടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാം കേട്ടോ. കുഞ്ഞു മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാട്ടോ അവക്കാഡോ. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത്. 250 ആട്ടോ റേറ്റ് വരുന്നത്. വ്യാവസായികമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ലാഭം ലഭിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ അവക്കാഡോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിൽപ്പനയ്ക്ക്. അടുത്തത് വരുന്നത് ചന്ദ്രകാരൻ മാവാട്ടോ. കണ്ണിമാങ്ങയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആട്ടോ ചന്ദ്രകാരൻ. അതേപോലെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. നാട്ടുമാവിൻ്റെ ഉപയോഗം ആട്ടോ ഈ ഒരു വെറൈറ്റിക്ക് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റി ആട്ടോ. ഇതും ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇതിൻ്റെയും സീഡ്ലിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ തൈക്ക് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് തായ് ഓൾ സീസൺ മാംഗോ ആട്ടോ. ഇതും നമുക്ക് ഒത്തിരി കായ്കൾ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ. കുഞ്ഞു മരത്തിൽ തന്നെ എപ്പോഴും കായ്കൾ ഉണ്ടാവും. നമുക്ക് അച്ചാറിടാനാണേലും അല്ലെങ്കിൽ കറി വെക്കാനാണെങ്കിലും പഴുപ്പിച്ച് കഴിക്കാനാണേലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു മാങ്ങയാട്ടോ. നല്ല പുളിയുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റും ആയിരിക്കും കേട്ടോ. ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വെറൈറ്റി നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം തരുകയും ചെയ്യും. അതുപോലെ തന്നെ വർഷത്തിൽ എപ്പോഴും തന്നെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി ആട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം
പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. ഇത് കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ചെറുതിലേ തന്നെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി കായ്കൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ. നല്ല സ്വീറ്റ് ആയിരിക്കും, നല്ല ഡാർക്ക് മഞ്ഞ കളറിലായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ്. നല്ല സ്വീറ്റുമാണ് കേട്ടോ. അടുത്തത് വരുന്നത് വൈറ്റ് ഞാവലാട്ടോ. നമ്മൾ നേരത്തെ ബ്ലാക്ക് ഞാവൽ കണ്ടായിരുന്നു, അതിൻ്റെ വൈറ്റാണ്. അതും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്നതും കൂടിയാണ്. അടുത്തത് വരുന്നത് ബനാന ചിക്കു ആട്ടോ. ബനാന ചിക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ചിക്കു വെറൈറ്റികളിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ ബനാന ചിക്കു. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു നോർമൽ കെയറിൽ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഡ്രമ്മിലാണേലും അല്ലെങ്കിൽ നിലത്താണേലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വളം കൊടുത്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാൾ വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഡെയിലി നനവിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. നല്ല സ്വീറ്റുമാണ്, അതേപോലെ ഓൾ സീസണുമാണ്. പല സ്റ്റേജസിലുള്ള കായ്കൾ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. കായ് മൂത്തതും ഉണ്ടാവും, പഴുക്കാനായതും ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും, അങ്ങനെ പല സ്റ്റേജസിൽ. കാരണം ഈ ഒരു വെറൈറ്റി ഓൾ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കായ്ഫലം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലേതേലും ചെടികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. DTDC കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത്, അല്ല എങ്കിൽ പോസ്റ്റൽ വഴിയും അയച്ചു തരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോയില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.